ഈ കോട്ടയത്തെ സംഭവ വികാസത്തിൽ യഥാർത്ഥത്തിൽ അവിടെ വന്ന് ഇവിടെ ആരും മരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആരുമില്ല എന്ന് നിസ്സാരവൽക്കരിച്ചവർ പോയതാണ്. അതല്ല അവിടെ നിന്നിട്ട് ഈ കാര്യങ്ങൾ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി അതല്ല അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും മരിച്ചു കിടക്കുന്നുണ്ടോ, അങ്ങോട്ട് വീണിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള സംഗതിയൊന്നുമില്ലാതെ ഈ വലിയ വർത്തമാനം പറഞ്ഞതെല്ലാം ശരിയാണ്, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ആ പാവം ശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിലായിരിക്കാം. വളരെ ക്രൂരമായിട്ടുള്ള കണ്ണിൽ ചോരയില്ലാത്ത വിധത്തിലുള്ള സമീപന രീതിയാണ് ആ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ആരോഗ്യരംഗം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമ്മൾ കേരളത്തെ പറ്റി എപ്പോഴും പറയാറുണ്ടായിരുന്നത് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റിൻ്റെ സംഗതികൾ, അതുപോലെ എല്ലാ കാര്യങ്ങളുമാണ്. പക്ഷേ ഈ ഗവൺമെൻറ് തീരെ ശ്രദ്ധിക്കുന്നില്ല. ഗവൺമെൻറ് എന്താ വേണ്ടത്? എല്ലാറ്റിലും PR വർക്ക് നടത്തി തങ്ങൾ നടത്തുന്ന എല്ലാ ക്രൂരകൃത്യങ്ങളെയും വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമെടുക്കുക എന്നുള്ളതാണ്. ശരിക്ക് ഗവൺമെൻറ് ചെയ്തിട്ട് അതിക്രൂരമായൊരു സംഗതി, പൈശാചികമായൊരു മനോഭാവമാണ് കാര്യത്തിൽ കാണിച്ചത്. അത് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ മേൽക്കിട്ട് കയറുന്ന ഒരു സമീപന രീതിയാണ് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു സംഗതി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു സംഗതി എന്ന് പറയുന്നത് ആശാ വർക്കേഴ്സിൻ്റെ സംഗതിയാണ്. അതിപ്പോൾ ഇന്നലെയും അത് സംസാരമുണ്ടായിരുന്നു. ഇതൊക്കെ ഇവരുടെ ഒരു സമീപന രീതി ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇവിടെ ഭരിക്കുന്ന ഞങ്ങൾ ഭരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആര് എന്ന വെല്ലുവിളി അവർ ഉയർത്തുന്നത് ഈ നാട്ടിലെ നല്ല മനുഷ്യരോടാണ്. തീർച്ചയായിട്ടും ഇത്രയും ധാർമ്മികമായി ഒരു ഗവൺമെൻറ്റിന് ഇത്രയും ധാർമ്മികമായി അധവദിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ആരോഗ്യരംഗത്തെ മറ്റ് ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു, തിരുവനന്തപുരത്ത് ശ്രീചിത്രയിൽ. ഞാൻ അവിടുത്തെ ഓഫീസേഴ്സിനെ കാണാൻ വേണ്ടി ഞാൻ അവിടുത്തെ കമ്മിറ്റിയിലെ മെമ്പർ കൂടിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് പാർലമെൻറ്റിൽ നിന്ന്. അവിടെയൊക്കെ ഒരു സംഗതി എന്ന് വെച്ചാൽ അവിടെ നടന്നിരുന്ന ആർദ്രം പരിപാടി, അതുപോലെ തന്നെ ഈ ആയുഷ്മാൻ ഭാരതുമായിട്ട് ബന്ധപ്പെട്ട സംഗതി, അവിടെ ഒന്നും പൈസ കൊടുക്കുന്നില്ല. പൈസ കൊടുക്കാച്ചാൽ എങ്ങനെയാണ് ജോലി നടക്കുക? ആരോഗ്യ സ്കീമുകൾ മുഴുവൻ ഇടിഞ്ഞു പോവുകയാണ്. കാരണം ബന്ധപ്പെട്ട് പണം അതിന് ചെയ്തിട്ടുള്ള ആളുകൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ആ വിധത്തിൽ രാജ്യത്ത് വളരെ വളരെ ക്രൂരമായ സ്ഥിതിയിലേക്ക് നീക്കുന്ന ആ സമീപന രീതിയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഗവൺമെൻറ് എന്തുമാവാമെന്നുള്ളതാണ്. ഞങ്ങളെ തൊട്ടവനെ തട്ടും എന്നുള്ള സ്വഭാവത്തിൽ പഴയ നാടൻ വർത്തമാനം പറയാറുണ്ട്. അതുപോലെയുള്ള സ്ഥിതിയിലേക്ക് ഗവൺമെൻറ് തരം താഴുകയാണ്. അതിനെതിരായി ജനമനസാക്ഷി ഉയരണം. മീഡിയ എന്നുള്ളതിൽ നിങ്ങൾ പോലുള്ള ആളുകൾ വളരെ വ്യക്തമായിട്ടും അത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് പത്രക്കാരെ പോലും എഴുതുന്നവരെ ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പണ്ട് കേട്ടുകേൾവി ഉണ്ടായിരുന്നു. UP-യിലൊക്കെ സംഭവവികാസങ്ങൾ, ഗുജറാത്തിലെ സംഭവവികാസങ്ങൾ, അതിൻ്റെ അതേ പതിപ്പ് കേരളത്തിലേക്കും ഇറക്കുമതി ചെയ്യാനാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു പ്രതികരണം നടത്തുക എന്നുള്ളത് കൂടിയാണ് ഞാൻ ഇവിടെ കണ്ടപ്പം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓരോരുത്തർക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ അധ്യാപകന്മാരുടെ മീറ്റിങ്ങിൽ ഒരുപാട് സമയം ഇരുന്ന ആളാണ്. ഏതാണ്ട് അധ്യാപക സംഘടന അന്ന് എത്ര 10-32 സംഘടനകളുണ്ട്. ഇവർക്ക് എന്തുകൊണ്ട് ആളുകളുമായിട്ട് സംസാരിച്ചുകൂടാ? സംസാരിക്കുന്നതിന് പോലും അവർ മടിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സ്കൂളിലെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം ഇന്നതാന്ന് പറയുന്നവനെ ദ്രോഹിച്ച് അവനെ ഉപദ്രവിക്കുന്നതിന് പകരം നിങ്ങൾ ചോദിച്ചതുപോലെ ഡിസ്കഷൻ എന്തുകൊണ്ട് പാടില്ല? ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഭരണകൂടം ഇങ്ങനെ ഏകാധിപത്യം കാണിക്കാനുണ്ടോ? ഞങ്ങളോട് ആർക്കും ചോദിച്ചുകൂടാ, ഞങ്ങളോട് അത് പറ്റില്ലല്ലോ. അതിനെയാണ് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ആരും എതിര് പറഞ്ഞുകൂടാ. എല്ലാവരും അവരെ എന്താ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ പേടിച്ച്. ഇപ്പോഴത്തെ പരീക്ഷണം അതാണ്. സാധാരണ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ചെയ്യാറുള്ളത് പേടിപ്പിച്ച് നിർത്തലാണ്, ഫിയർ കോംപ്ലക്സ് നിർത്തുകയാണ്. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഫിയർ കോംപ്ലക്സ് ആൾ നിർത്തുകയാണ്. മിണ്ടി പോയാൽ അപകടമാണ്, സൂക്ഷിച്ചോ എന്നുള്ള സംഗതിയിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.